ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു കോഡ് ബോക്സ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡാറ്റ സ്ട്രക്ചർ കോൺസെപ്റ്റ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് C++, ജാവ ഓർ .NET ഒക്കെ പോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, മറിച്ച് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് അൽഗോരിതമാണ് ഡാറ്റ സ്ട്രക്ചർ. അതായത് ഇറ്റ്സ് എ കോൺസെപ്റ്റ് ഓഫ് സെറ്റ് ഓഫ് അൽഗോരിതം യൂസ് ഇറ്റ് ടു സ്ട്രക്ചർ ദി ഇൻഫർമേഷൻ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഡാറ്റ സ്റ്റോറേജിൻ്റെ സമയത്ത് ഇൻഫർമേഷൻ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് അൽഗോരിതമാണ് ഡാറ്റ സ്ട്രക്ചർ. ഇനി ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതത്തിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ, അറേ. അറേ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ഇതിൽ നമുക്ക് എലമെൻറ്റ്സിനെ എഫക്റ്റീവായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അടുത്തത് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ്, ട്രീ, ഗ്രാഫ്, അങ്ങനെ ഓരോ ഡാറ്റ സ്ട്രക്ചേഴ്സിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ലൈക്ക് ഇൻസേർഷൻ ഓഫ് എലമെൻറ്റ്, ഡിലീഷൻ ഓഫ് എലമെൻറ്റ്, സെർച്ചിങ്, സോർട്ടിങ്, അങ്ങനെ നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. അതിനു മുൻപ് ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, സെക്കൻഡ് വൺ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ആദ്യം തന്നെ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ മീൻസ് അറേഞ്ച്മെന്റ്സ് ഓഫ് എലമെന്റ്സ് ഇൻ സീക്വൻഷ്യൽ ഫോർമാറ്റ്. അതായത് ഒരു എലമെന്റ് അടുത്ത എലമെന്റുമായിട്ട് സീക്വൻഷ്യലി കണക്ട് ചെയ്തിട്ടുള്ളതാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അതിന് എക്സാമ്പിൾസ് ആണ് അറേ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ്. നെക്സ്റ്റ് വൺ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു എലമെന്റ് n നമ്പർ ഓഫ് എലമെന്റ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ലൈക്ക് ട്രീ ആൻഡ് ഗ്രാഫ്. ഇവിടെ ഒരു എലമെന്റ് ഒന്നിൽ കൂടുതൽ എലമെന്റ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ അറേ. ഏറ്റവും സിമ്പിളായിട്ട് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് അറേ. അറേ എന്താണെന്നും അറേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനാണെന്നും നമുക്കറിയാം. ആദ്യം തന്നെ ഇറ്റ് ഹോൾഡ് മോർ ദാൻ വൺ എലമെന്റ്. ഇറ്റ് ഹോൾഡ് ഓൺലി ഹോമോജീനസ് എലമെന്റ്. ആൻഡ് അറേ ഈസ് ഇൻഡെക്സ് ബേസ്ഡ്. ഇൻഡെക്സ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അറേ എലമെന്റ് ആക്സസിങ് മച്ച് ഫാസ്റ്റർ ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, it is also called derived data type. അടുത്തത് ക്യൂ. ക്യൂ ഒരു FIFO ഡാറ്റ സ്ട്രക്ചർ ആണ്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം ക്യൂവിൽ എൻ്റർ ചെയ്യുന്ന എലമെന്റ് ആയിരിക്കും ആദ്യം റിമൂവ് ആവുന്നത്. നേരത്തെ പറഞ്ഞു ക്യൂ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ ക്യൂവിൽ എലമെന്റ്സിനെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സീക്വൻഷ്യൽ ഫോർമാറ്റിലാണ്. ഇനി ക്യൂയിലേക്ക് എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ക്യൂയിലേക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും രണ്ട് ഡിഫറെൻ്റ് എൻഡിലായിരിക്കും. എലമെന്റ്സിനെ ക്യൂയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന എൻഡിനെ റിയർ എൻഡ് എന്നും എലമെന്റ്സിനെ ക്യൂയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന എൻഡിനെ ഫ്രണ്ട് എൻഡ് എന്നുമാണ് പറയുന്നത്. ക്യൂവിൻ്റെ കേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്പറേഷൻസ് ആണ് NQ ആൻഡ് DQ. ക്യൂയിലേക്ക് എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ NQ എന്നും ഡിലീറ്റ് ചെയ്യുന്നതിനെ DQ എന്നുമാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് പീക്ക്. പീക്ക് റിട്ടേൺ ചെയ്യുന്നത് ഫ്രണ്ട് എലമെന്റിനെയാണ്. അതായത് DQ ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്ന എലമെന്റിനെയാണ് പീക്ക് റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യൂസ്. ദാറ്റ്സ് ആർ സിമ്പിൾ ക്യൂസ്, സർക്കുലർ ക്യൂസ്, പ്രയോറിറ്റി ക്യൂസ് ആൻഡ് DQ. ഓരോന്നും നമുക്ക് വിശദമായിട്ട് അടുത്ത പാർട്ടുകളിലായിട്ട് അതിൽ വരുന്ന ഓപ്പറേഷൻസും നോക്കാം. സ്റ്റാക്ക്. സ്റ്റാക്ക് ഒരു സിമ്പിൾ അബ്സ്ട്രാക്ട് ഡാറ്റ സ്ട്രക്ചറാണ്. സ്റ്റാക്ക് ഫോളോ ചെയ്യുന്നത് LIFO റൂളാണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സ്റ്റാക്കിലേക്ക് ലാസ്റ്റ് എൻ്റർ ചെയ്യുന്ന എലമെന്റ് ആയിരിക്കും ആദ്യം റിമൂവ് ആവുക. ലൈക്ക് ഒരു CD സ്റ്റാൻഡ് പോലെ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന CD ആയിരിക്കും ഫസ്റ്റ് റിമൂവ് ആവുന്നത്. നേരത്തെ പറഞ്ഞു ക്യൂയുടെ കേസിൽ ഇൻസേർഷനും ഡിലീഷനും പെർഫോം ചെയ്യുന്നത് വേരിയസ് എൻഡിലൂടെ ആണെങ്കിൽ
സ്റ്റാക്കിൽ ഇൻസേർഷനും ഡിലീഷനും പെർഫോം ചെയ്യുന്നത് സെയിം എൻഡിലൂടെയാണ്. ഈ എൻഡിനെ ടോപ്പ് എന്ന് പറയും. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഓപ്പറേഷൻസ് ആണ് പുഷ് ആൻഡ് പോപ്പ്. സ്റ്റാക്കിലേക്ക് എൻറ്റിറ്റീസിനെ ആഡ് ചെയ്യുന്നതിന് പുഷ് എന്നും സ്റ്റാക്കിൽ നിന്ന് എൻറ്റിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതിന് പോപ്പ് എന്നുമാണ് പറയുന്നത്. ടോപ്പ് അല്ലെങ്കിൽ പീക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റാക്കിലെ ഏറ്റവും മുകളിലുള്ള, അതായത് ഏറ്റവും ആദ്യം പോപ്പ് ഔട്ട് ചെയ്യാൻ പോകുന്ന എലമെന്റിനായിരിക്കും. അടുത്തത് ലിങ്ക്ഡ് ലിസ്റ്റ്. ബാക്കിയുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സൈസ് നമ്മൾ നേരത്തെ പ്രീഡിഫൈൻഡ് ആയിട്ട് കൊടുക്കുന്നതല്ല, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിലെ എലമെന്റ്സിനെ നോഡ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ നോഡ്സിനും 2 പാർട്ട് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പാർട്ട് ഇൻഫർമേഷൻ പാർട്ട്. ഇൻഫർമേഷൻ പാർട്ടിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് പോയിന്റർ. ഈ പോയിന്റർ ആയിരിക്കും അടുത്ത എലമെന്റിലേക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനെ പോയിന്റ് ചെയ്യുന്നത്. അതായത് ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നത് ഈ പോയിന്റർ ആയിരിക്കും. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻ 3 തരത്തിൽ പെർഫോം ചെയ്യാം. അറ്റ് ദി ബിഗിനിങ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, എൻഡ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യാനും എവിടെ നിന്ന് വേണമെങ്കിലും എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യാനും ലിങ്ക്ഡ് ലിസ്റ്റിന് പറ്റും. There are different types of linked list: simple linked list, doubly linked list, and circular linked list. Simple linked list means item navigation is forward only. Item traversal single way ആയിരിക്കും. In doubly linked list, item can be navigated in forward and backward. Doubly linked list ഐറ്റത്തിന് ബോത്ത് 2 വേയിലും ട്രാവേഴ്സ് ചെയ്യാം. ഇനി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു സർക്കിൾ ഫോം ചെയ്യും. ദാറ്റ് ഈസ് ലാസ്റ്റ് ഐറ്റം കണ്ടെയ്ൻ ലിങ്ക് ഓഫ് ഫസ്റ്റ് എലമെന്റ്. ട്രീ ആൻഡ് ഗ്രാഫ്. ആദ്യം തന്നെ ഗ്രാഫ് നോക്കാം. ഗ്രാഫ് ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ഗ്രാഫിൽ എലമെന്റ്സിനെ സീക്വൻഷ്യൽ ഓർഡറിലല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു എലമെന്റ് n നമ്പർ ഓഫ് എലമെന്റ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് സെറ്റ് ഓഫ് നോഡ്സ് ആൻഡ് സെറ്റ് ഓഫ് എഡ്ജസ്. ഓരോ നോഡ്സിലും n നമ്പർ ഓഫ് എഡ്ജസ് ഉണ്ടാവും. എഡ്ജസ് മീൻസ് എ പെയർ ഓഫ് നോഡ്സ് ദാറ്റ് ആർ കണക്റ്റഡ്. Then path. Path describes traveling between nodes that share an edge. നോഡ് ടു നോഡ് ട്രാവേഴ്സ് ആയിരിക്കും പാത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്തത് ട്രീ. ട്രീ ഈസ് ഓൾസോ എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ കളക്ഷൻ ഓഫ് നോഡ്സ് ആൻഡ് എഡ്ജസ്. ഓരോ നോഡിനും ചിൽഡ്രൻ ഉണ്ടാവും. അതുമായി കണക്ട് ചെയ്തിട്ട് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടാവും. ഒരു ഗ്രാഫിന്റെ കേസിൽ സൈക്കിൾസ് ഉണ്ടാവും. ബട്ട് ഒരു ട്രീയിൽ സൈക്കിൾ ഉണ്ടാവാൻ പാടില്ല. സൈക്കിൾ ഉണ്ടായാൽ അത് ഗ്രാഫായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.